നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം വസന്തം എന്ന് പറയുന്നത് ഒരു പുനർനിർമ്മാതാവാണ് എന്നുള്ളതാണ്. വസന്തം എന്ന് പറയുന്നത് തന്നെ ഒരു പുനർനിർമ്മാതാവാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ശക്തിമത്തതാണ് ഈ വസന്തം എന്ന് പറയുന്നത്. വസന്തം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു അനുഭവമാണ്. നമുക്ക് വളരെ ദീർഘമായി വീക്ഷിക്കാനും ദീർഘമായി അതിനെ മനസ്സിലാക്കാനും കഴിയുന്നതിനെയാണ് വസന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസന്തം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ വിവരിക്കാം, എങ്ങനെയൊക്കെ അതിനെ വ്യക്തമാക്കി കൊണ്ടുവരാം, എങ്ങനെയൊക്കെ അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കാം എന്നുള്ളതാണ്. അത്രയും ശക്തിമത്തതാണ് വസന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ, ആ ഒരു തലത്തിൽ, ആ ഒരു വ്യക്തമായ ഭാവത്തിൽ നമുക്കതിനെ വിവരിക്കേണ്ടിയിരിക്കുന്നത്. വസന്തം എന്ന് പറയുന്നത് തന്നെ ഒരു പുനർനിർമ്മാതാവാണ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അനുഭവങ്ങളും, പ്രപഞ്ചത്തിലെ ഓരോ സ്ഥിതിഗതികളും. ഇപ്പോൾ മഞ്ഞായാലും മഴയായാലും വെയിലായാലും അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള അനുഭവമായാലും ശരി, അതൊരു പുനർനിർമ്മാതാവാണ് എന്ന് പറയുക തന്നെ വേണം എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ശക്തമായി മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിൽ എല്ലാം തന്നെ ഉൾപ്പോകുന്നു, എല്ലാം തന്നെ ഉള്ളതാണ്. അതൊന്നും പുതിയതായി സംഭവിക്കുന്നതല്ല. പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ എല്ലാം നമുക്ക് അനുഭവം വേദ്യമാകുന്നു എങ്കിലും അതെല്ലാം ഉള്ളതാണ്, അതെല്ലാം സംഭവിക്കേണ്ടതാണ്, അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്, അതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പുതിയ അനുഭവമായി, പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രകടമാകുമെങ്കിലും, പുറമേ അത് കാണപ്പെടുമെങ്കിലും, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും ശക്തമായി വിവരിക്കുന്നത് വസന്തം എന്ന് പറയുന്നത് തന്നെ ഒരു പുനർനിർമ്മാതാവാണ് എന്നുള്ളത്. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.